എറണാകുളം, ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിച്ച് നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെയുള്ള ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലം 90-ലെത്തുമ്പോൾ സമീപത്ത് മറ്റൊരു പാലം കൂടി ഉയരുന്നു. ദേശീയപാത വികസനത്തിന് സമാന്തര പാലം വരുമ്പോഴും 90 വർഷം പിന്നിടുന്ന പഴയ പാലം 2 പ്രളയത്തെ അതിജീവിച്ച് രാജകീയ പ്രൗഢിയിൽ തന്നെയാണ്. 1935 മാർച്ച് 2-ന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം ചെയ്ത നേര്യമംഗലം മാർച്ച് പാലം നവതിയുടെ നിറവിൽ. ഹൈറേഞ്ചിൽ നിന്ന് തേയിലയും സുഗന്ധവിളകളും കൊച്ചിയിലെത്തിച്ച് കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാരാണ് പാലം നിർമ്മിച്ചത്. ഇതിന് മുന്നോടിയായി നിർമ്മിച്ച 1931 മാർച്ചിൽ തിരുവിതാംകൂർ മഹാറാണി റീജന്റ് സേതുലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്ത മൂന്നാർ റോഡ് ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ്. കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പിണ്ടിമേട്, കുറത്തിക്കുടി, മാങ്കുളം വഴി മൂന്നാറിലെത്തുന്ന പഴയ ആലോ മൂന്നാർ രാജപാത 1924 ജൂലൈയിലുണ്ടായ മഹാപ്രളയത്തിൽ മലയിടിഞ്ഞ് തകർന്നതോടെയാണ് 1927 ഒക്ടോബറിൽ നേര്യമംഗലം വഴി മൂന്നാർ റോഡ് നിർമ്മാണം തുടങ്ങിയത്. റോഡ് ഉദ്ഘാടനത്തോടെ പാലത്തിന് നിർദ്ദേശമുണ്ടായി. 214 മീറ്റർ നീളവും 4.9 മീറ്റർ വീതിയുമുള്ള 5 ആർച്ചുകളോടുകൂടിയ തൂക്കുപാലമെന്ന് കൂടി വിശേഷിപ്പിക്കാവുന്ന പാലമാണിത്. കുമ്മായവും ശർക്കരയും കൂട്ടിയുള്ള സുർക്കി മിശ്രിതവും സിമന്റും മെറ്റലും മണലും ചേർത്ത് 3 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ കനത്തിൽ നിർമ്മിച്ച കട്ടകൾ അടുക്കിയാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന് ആർച്ച് പാലത്തിന് സമാന്തരമായി താഴ്ഭാഗത്ത് പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. 214 മീറ്റർ നീളവും ഇരുവശത്തും 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം. 42.8 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളുമുണ്ട്. കൊച്ചി മുതൽ മൂന്നാർ വരെ പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവൃത്തികൾക്ക് 1250 കോടി രൂപയുടെ കേന്ദ്ര അനുമതിയാണുള്ളത്. ദേശീയപാത വികസനവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.